നമസ്കാരം, മണി ന്യൂസിലേക്ക് സ്വാഗതം. വിവാഹം എന്നത് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുമ്പോൾ അത് വ്യക്തിപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, സാമ്പത്തിക കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. പലപ്പോഴും നമ്മൾ വിവാഹ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രണയം, കുടുംബം, കുട്ടികൾ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ സാമ്പത്തികപരമായ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ വിവാഹശേഷം മാറാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വിവാഹം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ എങ്ങനെ ബാധിക്കുമെന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. വിവാഹം കഴിഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ ഒന്നാകുമോ, അതോ ഓരോരുത്തരുടെയും ക്രെഡിറ്റ് സ്കോർ വെവ്വേറെ തന്നെ ഇരിക്കുമോ? നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണ മാറ്റാം. വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകൾ തമ്മിൽ ലയിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാകും. എന്നാൽ വിവാഹം നിങ്ങളുടെ സാമ്പത്തിക രീതികളെ സ്വാധീനിക്കുന്നതിലൂടെ പരോക്ഷമായി ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാം. അതെങ്ങനെയെന്ന് നോക്കിയാലോ? നല്ല വശങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പങ്കാളി സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ചിട്ടയുള്ള വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ പോസിറ്റീവായി സ്വാധീനിക്കും. കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുക, കടങ്ങൾ കുറയ്ക്കുക, നല്ല സാമ്പത്തിക ആസൂത്രണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുമിച്ച് ഹോം ലോൺ പോലെയുള്ള വലിയ വായ്പകൾ എടുക്കുമ്പോൾ കൃത്യമായി തിരിച്ചടവ് നടത്തിയാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നല്ല രീതിയിൽ രേഖപ്പെടുത്തും. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ സഹായിക്കും. ഇനി നെഗറ്റീവ് വശങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പങ്കാളിക്ക് മോശം ക്രെഡിറ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ധാരാളം കടങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കും ക്രെഡിറ്റ് സ്കോറിനും ദോഷകരമായി ബാധിക്കാം. സംയുക്ത അക്കൗണ്ടുകളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ രണ്ടുപേരുടെയും ക്രെഡിറ്റ് സ്കോറിനെ ഒരുപോലെ ബാധിക്കും. പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ദാമ്പത്യത്തിൽ ഉണ്ടായാൽ അത് സാമ്പത്തിക തീരുമാനങ്ങളെ തെറ്റായി സ്വാധീനിച്ചേക്കാം. ഇത് കടങ്ങൾ കൂടാനും തിരിച്ചടവ് മുടങ്ങാനുമൊക്കെ കാരണമായേക്കാം. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കും. വിവാഹത്തിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഒന്നാമതായി, ക്രെഡിറ്റ് സ്കോർ ചർച്ച ചെയ്യുക. വിവാഹത്തിന് മുൻപ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകളെ കുറിച്ച് പരസ്പരം തുറന്നു സംസാരിക്കുക. ഒരാൾക്ക് മോശ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ആലോചിക്കുക. രണ്ടാമതായി, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക. മൂന്നാമതായി, കടങ്ങൾ വെളിപ്പെടുത്തുക. നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക. എങ്ങനെ വീട്ടാമെന്ന് പ്ലാൻ ചെയ്യുക. നാലാമതായി, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. വിവാഹശേഷം ഒരുമിച്ച് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. വിവാഹശേഷവും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സംയുക്ത അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യതയും വിശ്വാസവും ഉണ്ടായിരിക്കണം. ആവശ്യമെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് നല്ലതാണ്. അവസാനമായി, വിവാഹം എന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരുമിച്ചുള്ള യാത്രയാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വിവാഹത്തിന് മുൻപും ശേഷവും ശ്രദ്ധയും ബോധവൽക്കരണവും ഉണ്ടായാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരവും സാമ്പത്തികമായി സുരക്ഷിതമാക്കുവാൻ സാധിക്കും. ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ നിലനിർത്താൻ ഒരുമിച്ചുള്ള ശ്രമം ഉണ്ടാകണം. സന്തുഷ്ട ദാമ്പത്യ ജീവിതത്തിന് സാമ്പത്തികപരമായ ഐക്യം അനിവാര്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.